Okay, comparison of fractions. Comparison means to find out which is greater, which is smaller. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് കമ്പാരിസൺ. നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ വെച്ചിട്ട് എഴുതുന്നില്ലേ, ദാറ്റ് ഈസ് കമ്പാരിസൺ. അപ്പൊ നമുക്ക് സാധാരണ നോർമൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്റിജേഴ്സ് ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതാണ് വലുത് ഏതാണ് ചെറുത്. കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഫ്രാക്ഷൻസിന്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, ഫ്രാക്ഷൻസിന്റെ വാല്യൂ ചിലപ്പോൾ രണ്ട് ഫ്രാക്ഷൻസിന് ഒരേ വാല്യൂ ഉണ്ടാവും. അതെങ്ങനെ വരുന്നേ? രണ്ട് ഫ്രാക്ഷൻസിന് ഒരേ വാല്യൂ വരിക എന്ന് വെച്ചാല് ചിലപ്പോ രണ്ടാമത്തെ ഫ്രാക്ഷനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയാൽ ആദ്യത്തെ ഫ്രാക്ഷൻ കിട്ടും. അപ്പൊ ആ രണ്ട് ഫ്രാക്ഷന്റെയും വാല്യൂ ഒന്നായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഈ ഫ്രാക്ഷൻ കമ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ച് മെത്തേഡ് ഉണ്ട്. മെത്തേഡ് അല്ല, രണ്ട് രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. അതായത് സെയിം ഡിനോമിനേറ്റേഴ്സ് വരുന്ന ലൈക്ക് ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യാനും ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് വരുന്ന അൺലൈക്ക് ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യാനും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഫ്രാക്ഷൻസ് മീൻസ് ഫ്രാക്ഷൻസ് ഹാവിംഗ് സെയിം ഡിനോമിനേറ്റേഴ്സ്. അത് നമുക്ക് കമ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എങ്ങനെ ചെയ്യാം? സെയിം ന്യൂമറേറ്ററും ഡിഫറെന്റ് ഡിനോമിനേറ്ററും ആണെങ്കിൽ കമ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എങ്ങനെ ചെയ്യാം? If two fractions have the same numerator but different denominators, then the fraction having smaller denominator is the greater of the two. Same numerator ആണെങ്കിൽ, രണ്ട് ഫ്രാക്ഷൻസിന് സെയിം ന്യൂമറേറ്റർ ആണെങ്കിൽ സ്മോളർ ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻ ആയിരിക്കും ഗ്രേറ്റർ വൺ. മനസ്സിലായോ? സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ സെയിം ന്യൂമറേറ്റർ ആണെങ്കിൽ സ്മോളർ ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻ ആയിരിക്കും ഗ്രേറ്റർ വൺ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നേ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയോ? ഓക്കെ, രണ്ട് റെക്ടാങ്കിൾ ഇവിടെ ഉണ്ട് അല്ലേ? നമുക്ക് സെയിം ന്യൂമറേറ്റർ ഉള്ള രണ്ട് ഫ്രാക്ഷൻ വേണം. സെയിം ന്യൂമറേറ്റർ ഉള്ള രണ്ട് ഫ്രാക്ഷൻ. ഇതിനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇതിനെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തേനെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തേനെ 8 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തേനെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു, രണ്ടാമത്തേനെ 8 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഇനി ഇതിനെ ഇതിന് കളർ കൊടുക്കുന്നു. ഒന്നാമത്തേന്റെ ഒരു പാർട്ട്, ഒന്നാമത്തേന്റെ ഒരു പാർട്ടിന് കളർ കൊടുത്തു. രണ്ടാമത്തേന്റെയും ഒരു പാർട്ടിന് കളർ കൊടുത്തു. രണ്ടാമത്തേന്റെ ഒരു പാർട്ടിന് കളർ കൊടുത്തു. അപ്പൊ ഈ ഒന്നാമത്തെ
ഫ്രാക്ഷൻ എന്താ? 4 പാർട്സ് ആക്കിയതിൽ 1 പാർട്ട് ആണ്. അപ്പൊ ആ ഫ്രാക്ഷൻ എന്താ? 1/4. 1/4 ആണ് ഇവിടുത്തെ നമ്മൾ കളർ ചെയ്ത പാർട്ട്. രണ്ടാമത്തെ ആണെങ്കിലോ 1/8. 1/8 ആണ് രണ്ടാമത്തെ പാർട്ട്. ഇവിടെ രണ്ടിന്റെയും ന്യൂമറേറ്റർ സെയിം ആണ്, 1 ആണ് അല്ലേ? രണ്ട് ഫ്രാക്ഷന്റെയും ന്യൂമറേറ്റർ 1 ആണ്. ബട്ട് the denominators are different, 4 and 8. But look at the pictures. Which one is greater one? First part അല്ലേ second പാർട്ടിനേക്കാളും വലുത് അല്ലേ? അപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത എന്താ? രണ്ടാമത്തെ ഡിനോമിനേറ്ററിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ഡിനോമിനേറ്റർ is smaller. So when we compare two fractions having same numerator ഉള്ള രണ്ട് fractions compare ചെയ്യുന്ന സമയത്ത് which one will be greater? The fraction having small denominator will be the greater one. രണ്ട് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ സ്മോളർ ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻ ആയിരിക്കും വലിയത്. അത് ഈ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും ഒരു പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ട് പിക്ചറിലും ഒരു പാർട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ദ ഫസ്റ്റ് ഡയഗ്രം ഈസ് divided into 4 and the second one is divided into 8. So first fraction is 1/4 and second fraction is 1/8. But from these two diagrams we can identify the first part is greater than second part. അല്ലേ? സെയിം ഒരേപോലെയുള്ള രണ്ട് റെക്ടാങ്കിൾ 4 ആയിട്ടും 8 ആയിട്ടും ഡിവൈഡ് ചെയ്തു. അതിൽ ഓരോ പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ 4 പാർട്ട് ആക്കിയതിൽ ഒന്നായിരിക്കും വലുത്. So this is the comparison of fractions having same numerator. Same numerator വന്നാല് എങ്ങനെയാ നമ്മൾ വലുതേതാ ചെറുതേതാന്ന് പറയാം? If two fractions have the same numerator but different denominators, then the fraction having smaller denominator is the greater of the two. Smaller denominator ഉള്ള fraction ആയിരിക്കും വലിയത്. ഇനി like fractions ന്റെ കേസ് ആണെങ്കിലോ? Like fractions means fractions having same denominator. Like fractions are fractions having same denominator. അങ്ങനെയാവുമ്പോ ഏതായിരിക്കും വലുത്? ന്യൂമറേറ്റർ വലിയതായ ഫ്രാക്ഷൻ തന്നെയായിരിക്കും നോർമലി വലിയ ഫ്രാക്ഷൻ. അതിൽ ഡൗട്ട് ഒന്നും വരാനില്ല. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ബട്ട് ഡിനോമിനേറ്റർ ഡിഫറെന്റും ന്യൂമറേറ്റർ സെയിമും ആണെങ്കിൽ which one will be greater? The fractions having smaller denominator is the greater one. Smaller denominator ഉള്ള fraction ആയിരിക്കും വലിയത്. Okay, then the third part, fractions having unequal numerator and unequal denominator. രണ്ട് കേസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. First one, fractions having same numerator and different denominator. In that case, the fraction having smaller denominator will be the greater one. In the case of like fractions means fractions having same denominators. In the case of like fractions, which one will be greater one? The fraction having greater numerator. Like fractions in the case, greater numerator ഉള്ളതായിരിക്കും വലിയ fraction. Now we consider unlike fractions.
അൺലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഇതുപോലെ എപ്പോഴും ഡയഗ്രാം വരച്ച് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സോ നമുക്ക് കമ്പയർ ചെയ്യാൻ കുറച്ച് മെത്തേഡ് ഉണ്ട്. അൺലൈക്ക് ഫ്രാക്ഷൻ കമ്പയർ. അൺലൈക്ക് ഫ്രാക്ഷൻ മീൻസ് fractions having different denominators and different numerator. Okay, appo namukku adengine compare cheyne nokkam. First 5/6 or fraction 5/6, where fraction 7/8. ഈ രണ്ട് ഫ്രാക്ഷൻസിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കമ്പയർ ചെയ്യണം. How will we do that? എങ്ങനെ ഇത് കമ്പയർ ചെയ്യാം? ഫസ്റ്റത്തെ ഫ്രാക്ഷൻ 5/6. Second one 7/8. അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈൻ ഇടണം, അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള സൈൻ ഇടണം, അല്ലെങ്കിൽ ഈക്വൽ ടു എന്നുള്ള സൈൻ ഇടണം. ഇതെങ്ങനെ കമ്പയർ ചെയ്യാന്ന് വെച്ചാല് ഇതിപ്പോ 4 നമ്പേഴ്സ് ഉണ്ടല്ലോ, 5, 6, 7, 8, 4 നമ്പേഴ്സ് ഉണ്ട് രണ്ട് ഫ്രാക്ഷൻസിലും കൂടി. അതിനെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൾട്ടിപ്ലൈ ചെയ്യാം? 5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ 6നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ സെക്കൻഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ സെക്കൻഡ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയാ വരാം? ഫസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും സെക്കൻഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ 5 into 8. 5 into 8 is equal to 14. അല്ലേ? ഇനി ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും സെക്കൻഡ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരാം? 6 into 7. 6 into 7 is equal to 6 into 7 is equal to എത്രയാ? 6 into 7 42. ഇനി ഈ രണ്ട് നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യാം. ഏതാ വലുത്? 40 ആണോ 42 ആണോ വലുത്? 40 ആണ് വലുത്. സോറി 42 ആണ് വലുത് അല്ലേ? 42 വലുതായതുകൊണ്ട്, അതായത് ഇതിന്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ അല്ലേ വലുത്? സെക്കൻഡ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ആണ് വലുത്. സോ സെക്കൻഡ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് ഫ്രാക്ഷൻ. Second fraction is greater than first fraction. So here comes less than sign. 5/6 is less than 7/8. ഇതിനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. നമ്മൾ 5/6 ഒരു ഫ്രാക്ഷനെ നമ്മൾ ലെറ്റേഴ്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്താൽ, അതായത് 5/6നെ നമ്മൾ a/b എന്ന് എഴുതുന്നു. a/b എന്ന് എഴുതുന്നു. 7/8നെ c/d എന്ന് എഴുതുന്നു. ഈ a, b, c, d എന്ന് പറയുന്ന 4 ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. a, b, c, d are 4 ഡിഫറെന്റ് നമ്പേഴ്സ്. എന്തുകൊണ്ടാ 4 ഡിഫറെന്റ് നമ്പേഴ്സ് വന്നേ? These fractions are unlike fractions. ഈ രണ്ട് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് 4 നമ്പേഴ്സ് വന്നിരിക്കുന്നത്.
ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക്? എനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ബിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എ ഡി, എ ഇൻറ്റു ഡി. നോർമലി നമ്മൾ ഇൻറ്റു എന്നുള്ള സൈൻ രണ്ട് ലെറ്റേഴ്സിനിടയിൽ ഇടാറില്ല. നോർമലി ഇൻറ്റു എന്നുള്ള സൈൻ നമ്മൾ ലെറ്റേഴ്സിന്റെ ഇടയിൽ ഇടാറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നോർമലി നമ്മള് രണ്ട് ലെറ്റേഴ്സിന്റെ ഇടയിൽ ഇൻറ്റു എന്നുള്ള സൈൻ, ഇൻറ്റു എന്നുള്ള സിമ്പൽ ഇടാറില്ല. അപ്പൊ ഇവിടെ എ ഇൻറ്റു ഡി എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? എ ഡി. എ ഡി മീൻസ് എ ഇൻറ്റു ഡി. എ ഇൻറ്റു ഡി greater than ബി ഇൻറ്റു സി ആണെങ്കിൽ, അതായത് എനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ബിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനേക്കാൾ വലുതാണെങ്കിൽ എന്ത് നമുക്ക് പറയാം? That indicates A by B greater than C by D. അതായത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണല്ലോ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ട് ഫ്രാക്ഷന്റെ. അതില് ന്യൂമറേറ്റർ ഏതിന്റെ ന്യൂമറേറ്റർ വരുന്നതാണോ വലുത്, ഏത് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ വരുന്ന പ്രൊഡക്റ്റ് ആണോ വലുത്, ആ ഫ്രാക്ഷൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ എ ഇൻറ്റു ഡി, ഇവിടെ എ എന്ന് പറയുന്ന ന്യൂമറേറ്റർ വരുന്നുണ്ട്. അപ്പൊ എ ഇൻറ്റു ഡി വലുതാണെങ്കിൽ എ ബൈ ഡി ആയിരിക്കും വലുത്. ഇനി എ ഇൻറ്റു ഡി ലെസ് ദാൻ ബി ഇൻറ്റു സി ആണെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന ന്യൂമറേറ്റർ വരുന്ന ഫ്രാക്ഷൻ പ്രോഡക്റ്റ് ചെറുതാണെങ്കിൽ, that indicates A by B less than C by D. A by B less than C by D. വല്ലതും മനസ്സിലായോ? എന്തെങ്കിലും കുറച്ച് മനസ്സിലായോ? കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇത് ഇത്രയും വലുതാവുള്ളൂ മോനെ. ഇതിന്റെ ലെറ്റേഴ്സ് ഇതിൽ കൂടുതൽ വലുതാക്കാൻ പറ്റില്ല. വൈറ്റ് ബോർഡ് ആയതുകൊണ്ട് ഇത്രേ വലുതാവുള്ളൂ. അപ്പോ രണ്ട് അൺലൈക്ക് ഫ്രാക്ഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഫ്രാക്ഷൻസിനെ നോർമൽ ആയിട്ട് എ ബൈ ബി സി ബൈ ഡി എന്ന് എഴുതാം. എ ബി സി ആൻഡ് ഡി ആർ 4 ഡിഫറെന്റ് നമ്പേഴ്സ്. 4 ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് എ ബി സിയും ഡിയും. എന്തുകൊണ്ടാ? അൺലൈക്ക് ഫ്രാക്ഷൻസിലെ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ന്യൂമറേറ്റേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും, ഡിനോമിനേറ്റേഴ്സും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ സെക്കൻഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ, അതായത് എനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കിട്ടുന്ന പ്രോഡക്റ്റ് എ ഇൻറ്റു ഡി, ആ കിട്ടുന്ന പ്രോഡക്റ്റ് ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ സെക്കൻഡ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിനേക്കാൾ വലുതാണെങ്കിൽ എ ഇൻറ്റു ഡി ഗ്രേറ്റർ ദാൻ ബി ഇൻറ്റു സി ആണെങ്കിൽ എ ബൈ ബി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി ബൈ ഡി. നേരെ ഓപ്പോസിറ്റ് എ ഇൻറ്റു ഡി ലെസ് ദാൻ ബി ഇൻറ്റു സി ആണെങ്കിൽ, എ ഇൻറ്റു ഡി ലെസ് ദാൻ ബി ഇൻറ്റു സി ആണെങ്കിൽ this fraction, that means a by b always less than c by d. ഇതാണ് നമ്മൾ നോർമൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്.
രണ്ട് അൺലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യുക ഇങ്ങനെയാണ്. ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. എന്താ പറയുക ഇതിനെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാല് ഒന്നിന്റെ ന്യൂമറേറ്ററിനെ മറ്റേതിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യാം. പ്രൊഡക്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എ ഇൻറ്റു ടി ഗ്രേറ്റർ ദാൻ ബി ഇൻറ്റു സി ആണെങ്കിൽ ഫസ്റ്റ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഫ്രാക്ഷൻ. എ ഇൻറ്റു ഡി ലെസ് ദാൻ ബി ഇൻറ്റു സി ആണെങ്കിൽ എ ബൈ ബി ലെസ് ദാൻ സി ബൈ ഡി. ഇനി അതേപോലെ തന്നെ എ ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി ആണെങ്കിൽ നമുക്ക് മൂന്ന് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ലെസ് ദാൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഈക്വൽ ടു. എ ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി ആണെങ്കിൽ എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി. ഇതാണ് മൂന്ന് കമ്പാരിസൺ. ഫ്രാക്ഷന്റെ മൂന്ന് കമ്പാരിസൺ. ഇങ്ങനെയാണ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാം. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 26. Fractions having unequal numerators and unequal denominators. Two fractions with unequal numerators. Two fractions with unequal numerators and unequal denominators can be compared by cross multiplication. If a by b and c by d are two given fractions, then first one, a by b greater than c by d if ad greater than bc. നമ്മളിപ്പോ പറഞ്ഞത് തന്നെ. Second one, a by b equal to c by d if ad equal to bc. Third one, a by b less than c by d if ad less than bc. അതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ കമ്പയർ ചെയ്യാം. 2/7 5/9. 2/7 5/9 തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഏതൊക്കെ തമ്മിലാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2 into ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവില്ല അല്ലെ? 2/7 5/9. 2/7 5/9. ഇതിൽ നമുക്ക് ഏതൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2 into 9 7 into 5. 2 into 9 എത്ര വരും? 18. Then 7 into 5 is equal to 35. Here AD ഇതാണ് AD. 2 into 9 എന്ന് പറയുന്നതാണ് AD. 7 into 5 എന്ന് പറയുന്നതാണ് എന്ത്? BC. ഇവിടെ BC AD less than BC ആണ് അല്ലേ? AD is less than BC അല്ലെ? 18 അല്ലേ 35-നേക്കാളും ചെറുത്. സോ ഏത് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്? 5/9 ആയിരിക്കും 2/7-നേക്കാളും വലിയ ഫ്രാക്ഷൻ. So 2/7 is less than 5/9. ഇത്രയേ ഉള്ളൂ കമ്പയർ ചെയ്യാൻ. അത് നിങ്ങൾ ഈ A into D, B into C എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ ഈ കമ്പാരിസൺ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ,
ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ വല്ലതും?